ഇന്നലെ ഇരുട്ടിന്റെ മറവിൽ ഒരു സസ്പെൻഷൻ വന്നതായി കേട്ടു. തീർച്ചയായിട്ടും എനിക്ക് തന്നിട്ടില്ല, എന്നെ അറിയിച്ചിട്ടില്ല. ഞാൻ മാധ്യമങ്ങളിലാണ് അത് കാണുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം അതെനിക്ക് രേഖാമൂലം ഞാൻ കൈപ്പറ്റിയാലല്ലേ ഞാൻ അത് സ്വീകരിച്ചു എന്നുള്ള നിലപാടുള്ളൂ. അപ്പോൾ അത് പക്ഷേ മാധ്യമങ്ങളിലൂടെ വരുന്നത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യണമായിരുന്നു. നടപടി ഉണ്ടാകും എന്നൊക്കെ നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഒരു നടപടി സംഭവിച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ അതിന്റെ രേഖ കയ്യിലെത്തി. ആ നടപടിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, സ്വീകരിക്കുന്നു, സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. പക്ഷേ ഞാൻ ഒരു കാരണവശാലും എൻ്റെ പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളിലേക്കും ഞാൻ ഇനി കടക്കില്ല. കാരണം അത് ഈ സസ്പെൻഷൻ കിട്ടിയത് കൊണ്ട് മാത്രമല്ല, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അതായത് എനിക്കേറ്റ മുറിവുകളും എനിക്കേറ്റ അഘാതങ്ങളും ഇനി ഒരു പാർട്ടി പ്രവർത്തകർക്കും ഉണ്ടാകരുത്. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ കുറച്ചും കൂടെ മര്യാദാപരമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടവർ, ചിന്തിക്കേണ്ടവർ പിന്നെ മുതിർന്ന നേതാക്കളാണ്. അപ്പോൾ ഒരു പക്ഷേ എന്നെ വിളിച്ച് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, എന്നോട് വന്ന് സംസാരിക്കാമായിരുന്നു. എനിക്ക് ഇവരുടെ ഇടയിൽ നിൽക്കുന്ന ധാരാളം ആളുകളുണ്ടല്ലോ, എന്നോട് എൻ്റെ വിഷമങ്ങളെക്കുറിച്ച് ചോദിക്കാൻ പോലും മര്യാദ കാണിച്ചില്ല. അത് പോട്ടെ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എന്നും അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരാളാണ്. അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇതിലുണ്ടായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ ചെറുതല്ല, വലിയ കാര്യങ്ങൾ ഞാൻ പുറത്തുനിന്ന് കേട്ടു. അതായത് ഒരു മേയർ പദവിക്ക് വേണ്ടി പണം കൊടുത്ത്, ആർക്കെങ്കിലും പണം കൊടുത്ത് അത് വാങ്ങിച്ചോ എന്നുള്ളത് പലരും എന്നോട് ചോദിച്ചിരുന്നു. പല സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പിന്നെ ഡോക്ടർ നിജിയുടെ ഭർത്താവും നിജിയും പലരെയും സമീപിച്ചു എന്നുള്ളതൊക്കെ ഞാൻ കേട്ട കാര്യങ്ങൾ ഞാനത് പൊതുജനങ്ങളെ അറിയിച്ചു എന്നുള്ളതാണ്. അത് ഞാൻ അനുവദിക്കില്ല. കാരണം അതിൻ്റെ പ്രതിഷേധമാണ് ഞാൻ പറഞ്ഞത്.